സംഭാലിൽ സർവേ നടത്തിയതിനെ തുടർന്നുണ്ടായ നടപടികളിൽ കലാപഭൂമിയായ സംഭാലിൽ ഒരു ക്ഷേത്രം കണ്ടെത്തിയിരുന്നു. മുൻ കലാപത്തിൽ 46 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് പുനർജീവൻ ലഭിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. ഷാഹി ജുമാ മസ്ജിദിന് സമീപത്തെ ക്ഷേത്രമാണ് തുറന്നത്. ഷാഹി ജുമാ മസ്ജിദ് സ്ഥലം കയ്യേറി എന്ന് ആരോപിച്ച് ഒഴിപ്പിക്കാൻ എത്തിയപ്പോഴാണ് അധികൃതർ പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രം അവിടെ കണ്ടെത്തിയത്. ഭസ്മാശങ്കർ ക്ഷേത്രം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഭസ്മാശങ്കർ ക്ഷേത്രത്തിൽ ഹനുമാന്റെ വിഗ്രഹവും ശിവലിംഗവും ഉണ്ട് എന്നും വർഗീയ കലാപത്തെ തുടർന്ന് 1978 മുതൽ ക്ഷേത്രം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നും പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. ഈ ക്ഷേത്രത്തിന് സമീപത്ത് ഉപയോഗിക്കാതെ ഒരു കിണർ കിടന്നു. ആ കിണർ ഉപയോഗയോഗ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. പൂർവികരിൽ നിന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളവർ ഈ പ്രദേശത്തുണ്ട്. പ്രദേശവാസികൾ പലരും പൂർവികരിൽ നിന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞവരാണ്. എന്നാൽ കലാപത്തിനു ശേഷം ക്ഷേത്രം അടച്ചു എന്നും ഈ ക്ഷേത്രത്തിന് 500 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നു. 1978 കലാപത്തിന് ശേഷം പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് താമസം മാറിപ്പോയി. ഇതൊരു പുരാതന ക്ഷേത്രമാണെന്നും ഭസ്മശങ്കർ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ 46 വർഷത്തിന് ശേഷം തുറന്ന സംഭാൽ ശിവക്ഷേത്രത്തിന് സമീപത്തായി 3 വിഗ്രഹങ്ങൾ കൂടി കണ്ടെത്തി എന്നാണ് വിവരങ്ങൾ വരുന്നത്. അതിൽ ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും വിഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തെ കിണർ കുഴിക്കുന്നതിനിടയിലാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. കിണറിനുള്ളിൽ മണ്ണും കല്ലും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖനനത്തിന്റെ ഭാഗമായി കിണർ കുഴിച്ചപ്പോഴാണ് ഈ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ് വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നുണ്ട്. 4.5 പതിറ്റാണ്ട് മുമ്പ് സാമുദായിക സംഘർഷത്തെ തുടർന്നാണ് ആ ക്ഷേത്രം അടയ്ക്കേണ്ടി വന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം ക്ഷേത്രം വീണ്ടും തുറന്നതോടെ ഭക്തരും പോലീസ് സേനയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ക്ഷേത്രത്തിന് സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. പ്രദേശത്ത് ഇപ്പോഴും ഖനനം തുടരുകയാണ്. പുതുതായി തുറന്ന ക്ഷേത്രത്തിൽ ഭക്തർ ഓം നമഃശിവായ എന്നും ഹർ ഹർ മഹാദേവ് എന്നും രേഖപ്പെടുത്തി. സംഭാലിൽ 1529 മുഗൾ ചക്രവർത്തി ബാബർ ഭാഗികമായി തകർത്ത ഹരിഹർ മന്ദിറിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഷാഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് എന്നായിരുന്നു ഉയർന്ന ഒരു ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിൻ നൽകിയ ഒരു പരാതിയിലായിരുന്നു പ്രാദേശിക സിവിൽ കോടതി സർവേക്ക് അനുമതി നൽകിയത്. അതിന് പിന്നാലെയാണ് ശിവക്ഷേത്രം തുറന്നതും ഭക്തർ പൂജകളും പ്രാർത്ഥനകളും ആരംഭിച്ചതും. എന്നാൽ സംഭാലിൽ ആക്രമണം നടത്താൻ സമീപ പ്രദേശങ്ങളിലെ മദ്രസ വിദ്യാർത്ഥികളെ ആൾക്കൂട്ടത്തിൽ ചേരാൻ വിളിച്ചു എന്ന് വ്യക്തമാക്കുന്ന ചില കത്തുകളും പുറത്തുവരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായി സമീപ പ്രദേശങ്ങളായ ഹാപൂർ, രാംപൂർ, ബുലന്ദ് ഷഹർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മദ്രസ വിദ്യാർത്ഥികളെയാണ് ആക്രമണത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തത് എന്ന് കത്തിൽ പറയുന്നു. കോടതി ഉത്തരവിട്ട ജുമാ മസ്ജിദിന്റെ സർവേക്കിടെ സംഭാലിൽ വൻതോതിലുള്ള ആക്രമണം നടത്താൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില രേഖകളും കത്തുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആക്രമണം നടന്ന ദിവസം അയൽ ജില്ലകളിലെ മദ്രസകളുമായി ബന്ധപ്പെട്ടതായും യുവ വിദ്യാർത്ഥികളോട് സംഭാലിൽ ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടതായും കത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇതുവരെ തിരിച്ചറിഞ്ഞ 93 കലാപകാരികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് സംഭാൽ പോലീസ്. കൂടാതെ 400 ലഹളക്കാരുടെ ഫോട്ടോകൾ നൽകിയിട്ടുണ്ട്. സംഭാൽ ആക്രമണ കേസിലെ പ്രതികൾ കലാപത്തിന് കർശനമായ ദേശീയ സുരക്ഷാ നിയമം നേരിടേണ്ടി വരുമെന്നും പോലീസ് വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ സംഭാൽ നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ മാറിയാണ് ഷാഹി ജുമാ മസ്ജിദ്. 1526 മുഗൾ രാജാവായ ബാബർ പണി കഴിപ്പിച്ചതാണിത്. പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തിയതോടെ സംഭാലിൽ മുഗളരുടെ അധീനതയിലായി. പള്ളിയെക്കുറിച്ച് വിവരം മാത്രമാണ് വ്യക്തതയുള്ള ഏക കാര്യവും. മസ്ജിദിന്റെ പൗരാണിക സങ്കല്പത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നിയമപരമായ രേഖകളെക്കുറിച്ചുമെല്ലാം അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. 17-ാം നൂറ്റാണ്ടിൽ ജഹാംഗീറുടെയും ഷാജഹാന്റെയും കാലത്ത് 2 തവണ പള്ളിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതായും പറയപ്പെടുന്നു. മസ്ജിദ് തുഗ്ലക് കാലഘട്ടത്തിലെ സ്മാരകമായിരുന്നു എന്നും ബാബർ അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതാണ് എന്നും ചില ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും സംഭാൽ മസ്ജിദ് ഇന്നൊരു സംരക്ഷിത ദേശീയ സ്മാരകമാണ്. മസ്ജിദിന്റെ സ്ഥാനത്ത് പുരാതന ശ്രീ ഹരിഹർ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് തകർത്താണ് പള്ളി നിർമ്മിച്ചത് എന്നുമാണ് ഹിന്ദു വിഭാഗം പറയുന്നത്. വിഷ്ണുദേവന്റെ 10ാമത്തെ അവതാരം കൽക്കി കലിയുഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണെന്നും ഇവർ പറയുന്നുണ്ട്. കാലങ്ങളായി ഇത്തരം വാദഗതികൾ ഉണ്ടായിരുന്നു എങ്കിലും അതൊരു സമാധാന പ്രശ്നമായി മാറിയത് ഈ നവംബർ 19-നാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.